എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 7th ചാപ്റ്ററായ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ ആണ് പഠിച്ചു വന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ മെഷീൻസിനെ കുറിച്ച് കണ്ടായിരുന്നു. അതായത് ഒരു സിമ്പിൾ മെഷീൻ കണ്ടു, ഏതായിരുന്നു? ലിവർ കണ്ടായിരുന്നു അല്ലേ? അതിലെ ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, അതുപോലെ തന്നെ തേർഡ് ഓർഡർ ലിവർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? അവിടെ എങ്ങനെയാണ് ഓരോന്നിൻ്റെ പൊസിഷൻ വരുന്നതും ഇല്ല, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കൃത്യമായിട്ട് പഠിക്കാട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ആ ഒരു സെക്ഷനിൽ, അതായത് കഴിഞ്ഞ വീഡിയോ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിൾ മെഷീനാണ്. അത് ലിവർ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ മെഷീനാണ്. ഇനി നമുക്ക് അടുത്ത വേറൊരു സിമ്പിൾ മെഷീനെ കുറിച്ച് നോക്കാം. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, കാണുമ്പോൾ അറിയാം. എന്താണ്? നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണല്ലേ, കിണർ അല്ലേ? കിണറിലുള്ളതാണ്, വെള്ളം കോരാൻ ഉപയോഗിക്കുന്നതാണ്. എന്താണ്? ഇതെന്താണ്? പുള്ളിയാണ് അല്ലേ? പുള്ളി അല്ലെങ്കിൽ കപ്പി എന്ന് പറയും ഇല്ലേ? ഇതെന്താണ്? ഒരു സിമ്പിൾ മെഷീനാണ്, പുള്ളി അല്ലെങ്കിൽ കപ്പി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഇവിടെ കേസ് നോക്കിയേ. നിങ്ങളുടെ വീട്ടിലുള്ള കിണറിന്റെ അവിടെയുള്ള കപ്പി തന്നെ നിങ്ങൾ നോക്കിച്ചാൽ മതി. അതായത് എന്താണ്? അവിടുത്തെ ആ കപ്പി അല്ലെങ്കിൽ ആ പുള്ളി എന്താണ്? ഒരു ഫിക്സ് ചെയ്തിട്ടിരിക്കൂലേ? ഇവിടെ എന്താണ്? ഫിക്സ് ചെയ്തിട്ടിരിക്കുക. അപ്പം ഇത് ഏത് തരത്തിലുള്ള പുള്ളിയാണ്? ഫിക്സഡ് പുള്ളിയാണ്, ഫിക്സഡ് പുള്ളി. ഇനി മറ്റു തരത്തിലുള്ള പുള്ളിയുണ്ട്. അതായത് ഈ പുള്ളി മൂവ് ചെയ്യും, ഈ പുള്ളി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയും മൂവബിൾ പുള്ളി എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യമേ നോക്കാനുള്ളതാണ് ഫിക്സഡ് പുള്ളിയാണ്. അപ്പൊ പുള്ളി എന്ന് പറഞ്ഞതാണ് ഒരു സിമ്പിൾ മെഷീൻ ആണ്. രണ്ട് തരത്തിലുള്ള പുള്ളിയുണ്ട്, ഫിക്സഡ് പുള്ളിയും എന്താണ് മൂവബിൾ പുള്ളിയും. ഇതാ ഇവിടെ നോക്കി, ഇത് ഇവിടെ ഫിക്സ് ചെയ്തിട്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഇതാ നോക്കിയേ, ഇതെന്താണ്? ഇതൊരു പർട്ടിക്കുലർ പോയിന്റ്, ഇത് ഈ പോയിന്റിനെ ആധാരമാക്കിയല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ് നമുക്ക് എന്ത് പറയാം? ഫൽക്രം എന്ന് പറയാം. ഇതെന്താണ്? ഇത് ലോഡാണ്, നമ്മൾ ഇങ്ങോട്ട് വലിക്കുവാണ്. അപ്പൊ എന്താണ്? ഇതാണ് എഫേർട്ട് എന്ന് പറയുന്നത്. ശരിയല്ലേ? അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി, ഇതാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ കേസിൽ വരുമ്പോൾ കറക്റ്റാണ്. നമ്മൾ ലിവറിന്റെ കേസിൽ പഠിച്ചില്ലായിരുന്നോ? ലോഡ്, ഫൽക്രം, എഫോർട്ട് എന്നൊക്കെ പറഞ്ഞില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ പുള്ളീനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ദിസ് ഈസ് എ ഫൽക്രം. ഇതാണ്, ഇവിടെയാണ് ലോഡ് അല്ലേ? ഈ പോയിന്റ് ആണ് ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പോയിന്റ് ആണ് അവിടുത്തെ എഫേർട്ട് എന്ന് പറയുന്നത് അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ നോക്കി, ഇങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. എന്താ നോക്കി, ഇവിടുത്തെ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്താണ് പറയുന്നത്? എഫേർട്ടാം എന്ന് പറയും അല്ലേ? എഫേർട്ട് തൊട്ട് ഫൽക്രം വരെയുള്ളതിനെ നമ്മൾ എഫേർട്ടാം എന്ന് പറയും. അതുപോലെ ലോഡ് തൊട്ട് ഫൽക്രം വരെയുള്ളതിനെ നമ്മൾ ലോഡാം എന്ന് പറയും. ഈ ഒരു കേസിൽ എങ്ങനെയാണ്? ലോഡാമും എഫേർട്ടാമും ഇവിടെ എങ്ങനെയായിരിക്കും? ലോഡാമും എഫേർട്ടാമും തുല്യല്ലേ? ലോഡാമും എഫേർട്ടാമും ഇവിടെ തുല്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കപ്പീനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇതെല്ലാം ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നതാണല്ലോ. അപ്പൊ ഇതെന്താണ്? ഇതൊരു സർക്കുലർ ഷേപ്പിലല്ലേ വരുന്നത്. അപ്പൊ എന്താണ്? ഇവിടുത്തെ ഈ ലോഡാമും എഫേർട്ടാം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? ഈ പുള്ളിയുടെ കേസിൽ വരുമ്പോൾ അതിന്റെ റേഡിയസ് ആയിട്ട് വരുവല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? റേഡിയസ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ലോഡാമും എഫേർട്ടാമും എങ്ങനെയാണ്? ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് രോധഭുജവും യജ്ഞഭുജവും ലോഡാമും എഫേർട്ടാമും എങ്ങനെയാണ്? കപ്പിയുടെ ആരങ്ങൾ അല്ലെങ്കിൽ പുള്ളിയുടെ റേഡിയസ് ആയിട്ട് വരും. അപ്പോൾ അതെങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഇവിടുത്തെ ലോഡും ശരിയല്ലേ, ലോഡും എഫേർട്ടും എങ്ങനെയായിരിക്കും? തുല്യം തന്നെ ആയിരിക്കും അല്ലേ? ലോഡാമും എഫേർട്ടാമും ഇവിടെ തുല്യമാണ്. അതുകൊണ്ട് തന്നെ തുല്യമാവുന്ന കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലേ? തുല്യമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇവിടുത്തെ ലോഡും എഫേർട്ടും എന്ത് തന്നെയായിരിക്കും? ലോഡ് ഓൾസോ ഈസ് ഈക്വൽ ടു എഫേർട്ട്. ലോഡും എഫേർട്ടും ഇവിടെ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും വരുന്നത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്കറിയാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ലോഡ് ബൈ എഫേർട്ട് ആണ് അല്ലേ? ലോഡ് ബൈ എഫേർട്ട് ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? എഫേർട്ടാം ഡിവൈഡ് ബൈ ലോഡാം എന്ന് പറയാം ഇല്ലേ? ഏത് കേസിലാണേലും എങ്ങനെ വരും? രണ്ടും തുല്യമായിട്ടല്ല വരുന്നത്. ലോഡും എഫേർട്ടും തുല്യമാണ്, ലോഡാമും എഫേർട്ടാമും തുല്യമാണ്. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ യാന്ത്രിക ലാഭം എങ്ങനെയാണ്? 1 ആയിരിക്കും വരുന്നത്. ഏതാണ്? ഫിക്സഡ് പുള്ളിയുടെ കേസിൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫിക്സഡ് പുള്ളി ഇല്ലേ, ഫിക്സഡ് പുള്ളി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഈ ഉപയോഗിക്കാൻ നമുക്കറിയാം ഇവിടെ ഫ്രിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഫ്രിക്ഷൻ നമ്മൾ പരിഗണിക്കുന്നില്ല എങ്കിൽ അല്ലേ, നമ്മളിങ്ങനെ ഫിക്സഡ് പുള്ളി ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോഡും എഫേർട്ടും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ കേട്ടോ, ലോഡും എഫേർട്ടും തുല്യമായിരിക്കും. മനസ്സിലാവുന്നല്ലോ? അപ്പം ഇങ്ങനെ ഈ ഫ്രിക്ഷനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ലോഡുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഒരു വസ്തുക്കളെ നമ്മൾ ഉയർത്തുന്നുണ്ടല്ലേ? അപ്പോൾ ഉയർത്തുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്തായിരിക്കും? അവിടെ
നമ്മൾ കൊടുക്കുന്ന ബലത്തിന്റെ ഡയറക്ഷൻ മാറ്റാൻ കഴിയല്ലേ? നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൊക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് പൊക്കിയെടുക്കുകയാണോ അത് അത്രയ്ക്ക് എഫേർട്ട് കൂടുതലാണ് വരുന്നല്ലേ. ഇവിടെ എന്താണ്, നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു ഇല്ലേ. ഇത് നമ്മൾ ഇങ്ങോട്ട് പൊക്കുക എന്ന് പറയുമ്പോൾ കയർ ഉപയോഗിച്ച് നേരെ ഡയറക്റ്റ് പൊക്കുക എന്ന് പറയുമ്പോൾ ഒരേ ഡയറക്ഷനിലാണ്, അപ്പോൾ നമുക്ക് എഫേർട്ട് കൂടും. അതേസമയം നമ്മളവിടെ ഒരു പുള്ളി ഉപയോഗിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എഫേർട്ട് ഇങ്ങോട്ടാണ് വരുന്നത്, എഫേർട്ടിന് ഡയറക്ഷൻ മാറി ഇല്ലേ. ലോഡ് ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ട്, എഫേർട്ടിന് ഡയറക്ഷൻ മാറിയിട്ടുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു. അതുകൊണ്ട് അവിടെ എന്താണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉയർത്താൻ സാധിക്കും അല്ലേ. അപ്പം എന്താണ്, ഇങ്ങനെയുള്ള ഒരു പുള്ളി അല്ലെങ്കിൽ ഫ്രിക്ഷൻ നമ്മളില്ലാത്ത ഒരു പുള്ളി ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണ്, ഡയറക്ഷൻ, കൊടുക്കുന്ന ബലത്തിന്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ദാറ്റ് ഈസ് എ ഫിക്സഡ് പുള്ളി. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളും ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. എന്താണ്, ഫിക്സഡ് പുള്ളീസ് ആർ പുള്ളീസ് ദാ റൊട്ടേറ്റ് അറൗണ്ട് എ സ്റ്റേഷനറി ആക്സിൽ അല്ലേ. യഥാസ്ഥാനത്ത് നിന്നുകൊണ്ട് അച്ചുതണ്ടിനെ ആധാരമാക്കി കറക്കുന്ന കപ്പികളാണ് എന്തെന്ന് പറയുന്നത്, ഫിക്സഡ് പുള്ളീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എ ഫിക്സഡ് പുള്ളി ക്യാൻ ബി ഇമാജിൻഡ് ആസ് മെനി സ്പോക്സ് റൊട്ടേറ്റിംഗ് അറൗണ്ട് എ സെൻട്രൽ പൈവോട്ട് നെയിംഡ് ഫൽക്രം ഇല്ല. അതായത് ഉറപ്പിച്ച കമ്പി അല്ലെ, ഇവിടെ ഒരു ഉറപ്പിച്ച കമ്പി കാണും അല്ലെ, അതിനെ മധ്യത്തിലുള്ള ധാരത്തെ ആധാരമാക്കി തിരിയുന്ന അനേകം ചെറു കമ്പികൾ, ഞാൻ പറഞ്ഞില്ല അനേകം ചെറു കമ്പികളായിട്ടാണ് നമുക്കിതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഇൻ ദീസ് സ്പോക്സ് ദ പൊസിഷൻ വേർ ദ ലോഡ് ഈസ് എക്സ്പീരിയൻസ് ഈസ് മാർക്ക്ഡ് ആസ് എൽ ആൻഡ് ദ പൊസിഷൻ വേർ ദ എഫേർട്ട് ഈസ് മാർക്ക്ഡ് ആസ് ഇ എന്ന്. മനസ്സിലായല്ലോ? അത് ചെറു കമ്പികളിൽ ഇങ്ങനെയാണ് രോധ അനുഭവപ്പെടുന്നുണ്ട്, അതിനെ നമ്മൾ ലോഡ് എന്നും പറയുന്നുണ്ട്. യജ്ഞത്തിനെ നമ്മൾ എന്താണ്, എഫേർട്ട് ഇ വെച്ചും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഓർക്കേണ്ട ഒരു മെയിൻ പോയിന്റ് കൂടാണ്, ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫസ്റ്റ് ഓർഡർ ലിവർ ആണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ ലിവർ ആണ് ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്, ഫൽക്രം ഇല്ലേ, ഫൽക്രം അല്ല ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അത് മെയിൻ ഒരു പോയിന്റ് ആണ് കേട്ടോ, പുള്ളി അല്ലെങ്കിൽ ഫിക്സഡ് പുള്ളി കേട്ടോ. ഫിക്സഡ് പുള്ളിയാണ് കേട്ടോ. ഫിക്സഡ് പുള്ളി എന്തിന് എക്സാമ്പിൾ ആണ്, ഫസ്റ്റ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫൽക്രമാണ് അല്ലേ, ലോഡ് ഒരു വശത്തും എഫേർട്ട് മറ്റൊരു വശത്തുമാണ്, ഫൽക്രമാണ് ഇൻ ബിറ്റ്വീൻ വരുന്നത്. അപ്പൊ ഇതെന്താണ്, ഒരു ഫസ്റ്റ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ്, പ്രത്യേകം ഓർത്തോണം കേട്ടോ, ഫിക്സഡ് പുള്ളി. ഇൻ ദിസ് ദ എഫേർട്ട് ആം ആൻഡ് ദ ലോഡ് ആം ആർ റേഡിയ ഓഫ് ദ പുള്ളി. നമ്മൾ കണ്ടു ഇല്ലേ, എഫേർട്ട് ആമും ലോഡ് ആം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് റേഡിയാണ് അല്ലേ, കപ്പിയുടെ ആരങ്ങൾ തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ ഓർക്കേണ്ട ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കും കേട്ടോ, ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ്. അതിന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. If so, what will be the relation between the load arm and the effort arm of the pulley? ലോഡ് ആമും എഫേർട്ട് ആമും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? രണ്ടും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. എഫേർട്ട് ആം ആൻഡ് ലോഡ് ആം ആർ ഈക്വൽ. എഫേർട്ട് ആമും ലോഡ് ആമും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഇനി വെൻ വി കൺസിഡർ ഫിക്സഡ് പുള്ളി വിത്തൗട്ട് ഫ്രിക്ഷൻ വി ഹാവ് ടു അപ്ലൈ. അതായത് ഘർഷണം പരിഗണിക്കാതെ ഉറപ്പിച്ച് കപ്പി പ്രയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ എങ്ങനെയായിരിക്കും, ഘർഷണം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഘർഷണം തീരെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയുവാണെങ്കിൽ രോധവും യജ്ഞവും അതായത് എഫേർട്ടും ലോഡും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കുമല്ലോ. അത് ആൻഡ് എഫേർട്ട് ഈക്വൽ ടു ലോഡ് അല്ലെ. എഫേർട്ടും ലോഡും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഇനി വാട്ട് വിൽ ബി ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ പുള്ളി? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ലോഡാമും എഫേർട്ടാമും ഈക്വൽ ആണ്, അതുപോലെ ലോഡും എഫേർട്ടും ഈക്വൽ ആണ്. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിട്ട് വരുന്നത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് 1 എന്ന് പറയും ഇല്ലേ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ്? 1 ആണ്, അതായത് 1 ആണ്. ഇനി വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫ്രിക്ഷൻലെസ് പുള്ളി ടു ലിഫ്റ്റ് ഒബ്ജക്ട്സ്? നമ്മൾ മുമ്പേ കണ്ടായിരുന്നു അല്ലേ, കർഷണം കുറഞ്ഞ് ഉറപ്പിച്ച് കപ്പി ഉപയോഗിച്ച് വസ്തുക്കൾ ഉയർത്തുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്തായിരിക്കും? നമുക്കറിയാം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അല്ലേ. ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ് അല്ലേ. അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ഉയർത്താൻ സാധിക്കും അല്ലേ. അതായത് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ദിശ നമുക്ക് മാറ്റാൻ കഴിയും അല്ലേ. ഫിക്സഡ് പുള്ളി ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ദിശ മാറ്റാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ആ ലോഡ് ഉയർത്താൻ സാധിക്കും. ദാറ്റ് ഈസ് എ ഫിക്സഡ് പുള്ളി. മനസ്സിലായല്ലോ? അപ്പൊ ഫിക്സഡ് പുള്ളിയുടെ കേസിൽ ഓർത്തിരിക്കണം, ഫസ്റ്റ് ഓർഡർ ലിവർ ആണ്. മെയിൻ പോയിന്റുകളാണ് പറയുന്നത് കേട്ടോ, ഫസ്റ്റ് ഓർഡർ ലിവർ ആണ്. അതുപോലെ തന്നെയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അവിടെ എങ്ങനെയാണ്? 1 ആണ് വരുന്നത്. പിന്നെ എന്താണ്? ചേഞ്ച് ദ ഡയറക്ഷൻ കേട്ടോ. ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയാം ഇല്ലേ. ഡയറക്ഷൻ അല്ലേ, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയാം കേട്ടോ. ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സിന്റെ ദിശ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ദാറ്റ് ഈസ് എ ഫിക്സഡ് പുള്ളി. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് ദാറ്റ് ഈസ് എ മൂവബിൾ പുള്ളി, ചലിക്കുന്ന കപ്പി.
നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ? ക്രെയിൻ ഒക്കെ ഇല്ലേ, വലിയ വലിയ ക്രെയിൻ ഉണ്ടല്ലോ, വലിയ ലോഡ് ഉയർത്താൻ വേണ്ടിയല്ലേ നമ്മൾ ക്രെയിൻ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രെയിനിലൊക്കെ ഏതാണ്? മൂവബിൾ പുള്ളിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും, ഇപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങൾ, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങളൊക്കെ ലോഡ് ആയിട്ട് കൊണ്ടുപോയി ഒരു കയറ് വലിച്ചു വെച്ച് കണ്ടുണ്ടായി. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടോ, ഇങ്ങനെ ഒരു കയറ് വലിച്ചിരിക്കും, ആ കയറിൽ ഇങ്ങനെ പുള്ളി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും, ആ പുള്ളി വഴി എന്നിട്ട് ലോഡ് കൊടുക്കും, ലോഡ് ഇടും, എന്നിട്ടാണ് ഈ പുള്ളിനെ നമ്മൾ ഇങ്ങനെ വലിക്കും. പുള്ളിനെ മറ്റൊരു കയർ ഉപയോഗിച്ച് വലിക്കുമ്പോൾ എന്താണ്, ഈ പുള്ളി എന്താണ് ഈ കയറിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് മൂവബിൾ പുള്ളി എന്ന് പറയും. മനസ്സിലാവുന്നില്ല? അതായത് കയർ ഒരു ഫിക്സ് ചെയ്തിരിക്കും, കണ്ടില്ലേ, കയർ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കും, ആ കയറിൽ കൂടെ കണ്ടോ, ഇവിടെ ഒരു കയർ ഫിക്സ് ചെയ്തിരിക്കും, ആ കയറിൽ കൂടെ ഇതെന്താണ്, ഈ പുള്ളി വേറൊരു കയർ ഉപയോഗിച്ച്, കണ്ടില്ലേ, ഈ കയർ ഉപയോഗിച്ച് നമ്മൾ അങ്ങോട്ട് വലിക്കുക. അപ്പം എന്താണ്, ഈ പുള്ളിയും ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പം അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് മൂവബിൾ പുള്ളി. കണ്ടില്ലേ, അതാ ഈ ഒരു ഫിക്സഡ് പോയിന്റിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കേസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, എന്താ നോക്കിയാൽ പുള്ളിയുടെ ഈ പോർഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, അവിടെ മൂവ് ചെയ്യുന്ന പോർഷനുണ്ട്. അതുപോലെ തന്നെ ലോഡ്, നമ്മളിതാ ലോഡ് ഇവിടെയാണ് കൊടുക്കുന്നത്, കണ്ടില്ലേ, ഫൽക്രം എവിടെയായിട്ട് വരും, ഇതല്ലേ ഫിക്സഡ് പോയിന്റ് അല്ലേ, ഈ ഒരു കേസിൽ വരുമ്പോൾ ഇതാണ് ഫിക്സഡ് പോയിന്റ്. അപ്പോൾ ഇതാണ് ഫൽക്രമായിട്ട് വരുന്നത്. ദെൻ ലോഡ് ഇവർ വരും, പിന്നെ എഫേർട്ട് ഇങ്ങോട്ടല്ല വലിക്കുന്നത്, അപ്പം എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. മനസ്സിലായി? അപ്പം ഇത് ലോഡ് എങ്ങനെയാണ്, ഫൽക്രത്തിനും എഫേർട്ടിനും ഇടയ്ക്കാണ്. അപ്പം ഇത് ഏത് തരത്തിലുള്ള ലിവർ ആയിരിക്കും, ഏതായിരിക്കും? സെക്കൻഡ് ഓർഡർ ലിവർ ആയിരിക്കും കേട്ടോ. സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, മൂവബിൾ പുള്ളി. മനസ്സിലായല്ലോ? സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ് മൂവബിൾ പുള്ളി. അപ്പം ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ, കൺസ്ട്രക്ഷൻ ക്രെയിൻ എന്ന് പറയാം കേട്ടോ. കൺസ്ട്രക്ഷൻ്റെ ഒക്കെ ക്രെയിനിലൊക്കെ മൂവബിൾ പുള്ളിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള വലിയ ലോഡ് സാധനങ്ങളൊക്കെ ചില അകലത്തുനിന്ന് അല്ലെങ്കിൽ ദൂരെ നിന്നൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പം അതിനുവേണ്ടി ഇങ്ങനെയുള്ള മൂവബിൾ പുള്ളിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലാവുന്നല്ലേ? അപ്പം ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ കപ്പി എന്താണ്, ഈ പുള്ളി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, കപ്പി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കപ്പിയിലേക്ക് നമ്മൾ ഇവിടെ എഫേർട്ട് കൊടുക്കുന്നുണ്ട് ഇല്ല. അപ്പം അതാണ് മറുവശത്തെ കയറി കൂടെ ലോഡും കണ്ടില്ലേ, ലോഡും കപ്പിയും കണ്ടില്ലേ, ഈ ലോഡ് വിധത്തിലുണ്ട്, ഈ ലോഡും കപ്പിയും കൂടെയാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. ഈ ലോഡും ഞാൻ പറഞ്ഞില്ലേ, ഈ കപ്പിയുടെ ഇരിക്കുകയാണ്, ലോഡ് ഇവിടെയുണ്ട്. അപ്പോൾ എന്താണ്, നമ്മളിവിടെ ഈ മറുവശം ഈ കയറെ പിടിച്ച് വലിക്കുമ്പോൾ എന്താണ്, ഈ ലോഡും കപ്പിയും കൂടിയാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. ലോഡും കപ്പിയും കൂടെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ ലോഡും കപ്പിയും കൂടി എന്നാണ് മുകളിലോട്ട് ഉയരുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എ മൂവബിൾ പുള്ളി. ഇത് സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ലോഡാം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ലോഡും ഫൽക്രവും. ഇതാണ് ഇവിടുത്തെ ലോഡാം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇതാണ് ലോഡാം. ഇനി എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത് എഫേർട്ടാം ഇത്രയും വരും അല്ലേ, എഫേർട്ടാം ഇത്രയും വരും. അപ്പോൾ ഇവിടുത്തെ ലോഡാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലോഡാം എന്തിനോട് ഈക്വലാണ്, റേഡിയസിനോട് ഈക്വലാണ് നമുക്ക് പറയാം ഇല്ലേ. ലോഡാം എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ പുള്ളി എന്ന് പറയാം. എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നതോ എന്തായിരിക്കും, ഇത്രയും വരികയല്ല, റേഡിയസിൻ്റെ ഡബിൾ വരും. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് പറയാം ഡയമീറ്റർ എന്ന് പറയാം അല്ലേ, റേഡിയസിൻ്റെ ഡബിൾ അല്ലെങ്കിൽ എന്താണ് ഡയമീറ്റർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടുത്തെ എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡയമീറ്റർ ആണ്. ലോഡാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, റേഡിയസും ആണ്. മനസ്സിലാവുന്നല്ലോ? അപ്പം അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇല്ലേ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിട്ട് വരും, എഫേർട്ടാം ഇല്ലേ, എഫേർട്ടാം ഡിവൈഡ് ബൈ ലോഡാം വരും. എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, ഡയമീറ്റർ അല്ലേ, ഡയമീറ്റർ ആണ്. ലോഡാം എന്ന് വെച്ചാൽ റേഡിയസ് ആണ്. അപ്പം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2r ആണല്ലേ, 2r ഡിവൈഡ് ബൈ r എന്ന് എഴുതാം. 6 ക്യാൻസൽ ആയിട്ട് പോയി 2 വരും. അപ്പോൾ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ് വന്നത്, 2 ആണ് വന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം മൂവബിൾ പുള്ളിയുടെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്, 2 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടുത്തെ എഫേർട്ടാം എന്താണ്, എഫേർട്ടാം അവിടെ കൂടുവാണ്, നമ്മൾ എഫേർട്ടാം നമ്മളെന്താണ് കൂടുതലായിട്ടാണ് വരുന്നത് അല്ല. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്, കൂടുതലായിട്ട് വരും. മനസ്സിലാവുന്നല്ലോ? അപ്പം ഈ ചലിക്കുന്ന ഇത് ഒറ്റ കപ്പിയോളൂ, ഇതുപോലെ 2-3 എണ്ണമൊക്കെ വെച്ച് മൂവ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ചലിക്കുന്ന മൂവബിൾ ആയിട്ടുള്ള ഒരു പുള്ളിയുടെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയായിട്ട് വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ലോഡിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കോട്ടോ. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആണ് വന്നത്. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ലോഡിൻ്റെ എത്ര മടങ്ങായിരിക്കും നാം അവിടെ കൊടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോഡ് ഇതാണല്ലോ ലോഡ്, ഇതിൻ്റെ ലോഡിൻ്റെ എത്ര മടങ്ങ് നമ്മൾ എഫേർട്ട് അവിടെ കൊടുക്കണം. മനസ്സിലാവുന്നില്ല? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കാം അത് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കിട്ടി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ്, 2 എന്ന് കിട്ടി ഇല്ലേ. നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തിനോട് ഈക്വൽ ആണ്, ലോഡ് ബൈ എഫേർട്ടിനോട് ഈക്വൽ ആണ് ഇല്ലേ. മനസ്സിലാവുന്നുണ്ടോ? ലോഡ് ബൈ എഫേർട്ടിനോട് ഈക്വൽ ആണ്.
അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആയപ്പോൾ അവിടുത്തെ എഫേർട്ട് എന്തായിട്ട് വരും? ദാറ്റ് ഈസ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫേർട്ട് ഈസ് ഈക്വൽ ടു L/2 എന്ന് എഴുതാമേ. ഇതിൽ നിന്ന് എഫേർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? L/2 ആണ്. അപ്പം എഫേർട്ട് എന്തോരം മതി? പകുതി മതി ഇല്ലേ? എഫേർട്ട് അവിടെ എന്തോരം മതി? ഹാഫ് അല്ലെങ്കിൽ പകുതി മതി എന്ന് പറയാം. അതായത് മൂവബിൾ പുള്ളിക്ക് ഒരു കപ്പിയുള്ള കേട്ടോ, ഒരു കപ്പിയുള്ള മൂവബിൾ പുള്ളിയാണ് നമ്മൾ ഇവിടെ എടുത്തത്. അതിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആകുമ്പോൾ ലോഡിൻ്റെ എത്ര മടങ്ങായിരിക്കണം നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ? ഹാഫ് കൊടുത്തുവെച്ചാൽ മതി അല്ലേ? ലോഡിൻ്റെ ഹാഫ് ഇല്ല. ലോഡ് ഇപ്പം നമുക്കിവിടെ 100 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് ഇവിടെ കൊടുത്തുവെച്ചാൽ പോരെ എഫേർട്ട്? മനസ്സിലാകും. അപ്പം അത്ര കുറഞ്ഞ എഫേർട്ടിൽ നമുക്ക് ഈ ലോഡിന് നമുക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. അപ്പം അത് ഓർത്തിരിക്കുക കേട്ടോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആണ്. ഇപ്പോൾ യാന്ത്രിക ലാഭം 2 ആയപ്പോൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിൻ്റെ എത്ര മടങ്ങ് നമ്മൾ എഫേർട്ട് കൊടുത്തുവെച്ചാൽ മതി? പകുതി കേട്ടോ. ലോഡ് എടുക്കുന്നുണ്ട്, ആ ലോഡിൻ്റെ പകുതി നമ്മൾ എഫേർട്ട് കൊടുത്തു വെച്ചാൽ മതി. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായാലോ? അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിയേ. ഇൻ എ മൂവബിൾ പുള്ളി ദ എഫേർട്ട് ആൻഡ് ദ ഫൽക്രം ആർ അറ്റ് ഐദർ എൻഡ് ആൻഡ് ദ ലോഡ് ഈസ് അറ്റ് ദ മിഡിൽ. അപ്പോൾ ഏത് ലിവറാണ്? സെക്കൻഡ് ഓർഡർ ലിവർ ആണ് അല്ലേ? ഓർത്തനങ്ങോട്ടെ, മെയിൻ പോയിന്റ് ആണ് മൂവബിൾ പുള്ളി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർഡർ ലിവർ ആണ്. ദെൻ ലോഡാം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു റേഡിയസ് ഓഫ് ദ പുള്ളിയാന്ന് പറഞ്ഞു. എഫേർട്ടാം എന്ന് പറഞ്ഞു എന്ത് പറയും? എഫേർട്ടാം എന്ന് പറയുമ്പോൾ ഡയമീറ്റർ വരും അല്ലേ? ഡയമീറ്റർ അല്ലേ? ഡയമീറ്റർ ഓഫ് ദ പുള്ളി എന്ന് പറയാം അല്ലേ? ഡയമീറ്റർ ഓഫ് ദി പുള്ളിയാണ് അവിടുത്തെ എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ എഴുതാം? എഫേർട്ടാം ഡിവൈഡ് ബൈ ലോഡാം ആണ്. ഡയമീറ്റർ ഡിവൈഡ് ബൈ റേഡിയസ് വരും. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2r ആണ് നമ്മൾ എടുക്കുന്നത്, റേഡിയസ് 6 ആണ്. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയായിട്ട് വന്നു? 2 ആയിട്ട് വന്നു. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ സിംഗിൾ മൂവബിൾ പുള്ളി ഈസ് 2 എന്ന് പറഞ്ഞു. If so, how many times of the load to be lifted should the applied effort be? അതായത് ചലിക്കുന്ന ഈ കപ്പിയുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആയതിനാൽ രോധത്തിൻ്റെ എത്ര മടങ്ങായിരിക്കണം നമ്മൾ കൊടുക്കുന്ന യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുമ്പേ കാണിച്ചു തന്നു അല്ലേ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആണ്. അപ്പം നമുക്കറിയാം ലോഡ് ബൈ എഫേർട്ട് ആണ് വരുന്നത്. അപ്പം എഫേർട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് വരും? L/2 ആയിട്ട് വരും. അതായത് എഫേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡിൻ്റെ പകുതി ഇല്ലേ? എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദി ലോഡ് എന്ന് പറയാം അല്ലേ? ഹാഫ് ഓഫ് ദി ലോഡ്, ലോഡിൻ്റെ പകുതിയാണ് അവിടെ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ എന്താണ്? എഫേർട്ട് പകുതിയാന്ന് പറഞ്ഞല്ലോ. അപ്പം എഫേർട്ട് പകുതി ആയിട്ട് കൊടുക്കുകയാണെന്ന് പറയുന്നത് എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 1/2 ആണ്. പകുതി ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ എഫേർട്ട് പകുതി ആകുമ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന എഫേർട്ട് അവിടെ പകുതി ആകുമ്പോൾ വർക്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ നോക്കുവാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് ദി റോപ്പ് ഈസ് പുൾഡ് 2 മീറ്റർ ബൈ അപ്ലൈയിങ് എഫേർട്ട്. നമ്മളൊരു എഫേർട്ട് കൊടുത്തിട്ട് റോപ്പിനെ നമ്മൾ മുകളിലോട്ട് ഒരു 2 മീറ്റർ കേട്ടോ, 2 മീറ്റർ നമ്മൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ മച്ച് വിൽ ബി ദ ലോഡ്? അവിടുത്തെ ലോഡ് എത്രയായിരിക്കും? ലോഡ് പകുതി ആയിരിക്കും അല്ലേ? അതായത് ലോഡ് എത്ര മീറ്റർ ആയിരിക്കും? 1 മീറ്റർ ആയിരിക്കും. ദ ലോഡ് റൈസസ് ഓൺലി 1 മീറ്റർ ഇല്ലേ? നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി വാട്ട് ഷുഡ് ബി ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി റോപ്പ് വെൻ ദ എഫേർട്ട് അപ്ലൈഡ് റൈസസ് ദ ലോഡ് ബൈ 1 മീറ്റർ? അതായത് രോധം 1 മീറ്റർ, ലോഡ് ഉണ്ടല്ലോ, ലോഡ് 1 മീറ്റർ നമ്മൾ ഉയർത്താൻ വേണ്ടി നമ്മളൊരു എഫേർട്ട് കൊടുത്തു. അപ്പോൾ എന്തുമാത്രമുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി? 2 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് നമ്മൾ കണ്ടല്ലോ. 2 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പകുതിയായി അല്ലേ? പകുതി എഫേർട്ട് കൊടുത്തു വെച്ചാൽ മതി ഇല്ല? ലോഡ് നമ്മൾ ഉയർത്താൻ വേണ്ടി നമ്മൾ പകുതി എഫേർട്ടാണ് അവിടെ കൊടുത്തത്. അപ്പോൾ എഫേർട്ട് പകുതിയാക്കി കൊടുത്തപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിട്ട് വന്നു? 2 മീറ്റർ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് അവിടെ എന്താണ്? ഇരട്ടിയായിട്ട് മാറി. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എഫേർട്ട് ആണല്ലോ അല്ലേ? എഫേർട്ട് അവിടെ എങ്ങനെയായിട്ട് വന്നു? പകുതിയായിട്ട് വന്നിട്ടുണ്ട് ഇല്ല? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ത് സംഭവിച്ചു? ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഇരട്ടിയായെന്ന് വന്നു ഇല്ല? അപ്പോൾ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് സെയിം ഇല്ലേ? അവിടെ വർക്കിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? വർക്കിന് അവിടെ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. വർക്കിൻ്റെ അളവിൽ എങ്ങനെയാണ്? അവിടെ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നോ ചേഞ്ച് എന്ന് പറയാം അല്ലേ? നോ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് അല്ലെങ്കിൽ നോ ചേഞ്ച് ഇൻ ദ വർക്ക് ഡൺ എന്ന് പറയാം. അവിടെ നടന്ന വർക്കിനവിടെ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പ്രവൃത്തിയുടെ അളവിന് അവിടെ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിവിടെ എഫേർട്ടും ലോഡും അവിടെ എങ്ങനെയാണ് വേരി ചെയ്യുകയാണ് ചെയ്തത്. അതായത് നമ്മൾ എഫേർട്ടിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. എഫേർട്ട് അവിടെ പകുതി ആയെന്നല്ലേ പറഞ്ഞത്? ഇപ്പം ലോഡ് ഉയർത്താൻ എഫേർട്ട് പകുതി മതി എന്ന് പറഞ്ഞു. അപ്പം എഫേർട്ടിൽ ലാഭം ഉണ്ടായപ്പോഴും എന്താണ് അവിടെ വർക്കിന് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, വർക്ക് സെയിം വർക്ക് തന്നെയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇത് ഇച്ചിരൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ കൊണ്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ.
ക്വസ്റ്റ്യൻ നോക്കുക. A movable pulley is used to lift 600 Newton load. When the rope is pulled 8 meter by applying a force of 300 Newton, then the load rises by 4 meter. അതായത് ഒരു ചലിക്കുന്ന കപ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ 600 ന്യൂട്ടൺ ഭാരം ഉയർത്താൻ 300 ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് 8 മീറ്റർ നീളം കയറ് വലിച്ചപ്പോൾ ഭാരം 4 മീറ്റർ ഉയർന്നതായിട്ട് കണ്ടു. അതായത് അവിടെ നോക്കിയ ഒരു വെയിറ്റ് ആണ്, ഇതിൻ്റെ എത്രയാണ്, 600 ന്യൂട്ടൺ ആണ്. ഈ 600 ന്യൂട്ടൺ നമ്മൾ എന്താണ് ഉയർത്താൻ വേണ്ടി നമ്മൾ 8 മീറ്റർ നീളമുള്ള കയറാണ് കേട്ടോ, ഒരു 8 മീറ്റർ നീളമുള്ള ഒരു കയറാണ് കേട്ടോ ഉപയോഗിച്ചത്. ഒരു 8 മീറ്റർ നീളമുള്ള കയർ ഉപയോഗിച്ചു. എന്താണ് ആ കയറിൽ മേലേക്ക് നമ്മൾ എത്രയാണ്, ഒരു 300 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ അതെന്താണ്, ഏകദേശം ഒരു 4 മീറ്റർ, അത് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു, ഒരു 4 മീറ്റർ അത് ഉയർന്നു. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ അവിടുത്തെ വർക്ക് എത്രയായിരിക്കും എന്നാണ് നമുക്ക്, അല്ലെങ്കിൽ വർക്ക് ഡൺ എത്രയാണെന്നാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 600 അല്ലേ, 600 ന്യൂട്ടൺ ആണ്. ദെൻ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് എത്രയാണ്, 4 മീറ്റർ ആണ് ഇല്ലേ. അപ്പോൾ നമുക്ക് അവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കാമല്ലോ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ലോഡാണ് കേട്ടോ. അപ്പം എത്രയാണ്, 600 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് 4 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2400 വരും ഇല്ലേ. അവിടുത്തെ വർക്ക് ഡൺ എന്ന് വെച്ചാൽ 2400 വന്നു. ഇനി എന്താണ് അവിടെ സംഭവിച്ചത്, ഇനി 300 ന്യൂട്ടൺ ഇല്ല, 300 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, അതായത് എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 300 ന്യൂട്ടൺ ആണ് ഇല്ലേ. അപ്പം എന്താണ് അവിടുത്തെ സ്ഥാനാന്തരം എത്രയാണ്, എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 8 മീറ്റർ ആയിരുന്നല്ലോ ഉള്ള സംഭവം അല്ലേ അത്. അങ്ങനെ ആവുകയാണെങ്കിൽ അവിടുത്തെ വർക്ക് ഡണ്ണിനെ നമുക്ക് എങ്ങനെ അറിയാം, ഇതേ രീതിയിൽ തന്നെ എഴുതാം. 300 ഇൻറ്റു എത്ര വരും, 8 എന്ന് വരും. അപ്പോഴും എത്ര വരും, 2400 വരും ഇല്ലേ. അപ്പോൾ അവിടുത്തെ വർക്ക് ഡണ്ണിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ, 2 കേസിലും വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2400 ആണ് വന്നത് ഇല്ലേ. വർക്ക് ഡണ്ണിന് അവിടെ വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ദ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ്, വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ്, അതുപോലെ വർക്ക് ഡൺ ബൈ ദ എഫേർട്ടും അല്ലേ. അതായത് വസ്തുവിൽ ചെയ്യപ്പെട്ട പ്രവൃത്തിയും അതുപോലെ തന്നെ എന്താണ് യത്നം ചെയ്ത പ്രവൃത്തിയും, അതായത് എഫേർട്ട് ചെയ്ത പ്രവൃത്തിയും ഇല്ലേ. വസ്തുവിൽ ചെയ്യപ്പെട്ട പ്രവൃത്തിയും അതുപോലെ എഫേർട്ട് ചെയ്ത പ്രവൃത്തി എങ്ങനെയാണ് നമ്മൾ ഈക്വൽ ആയെന്ന് കണ്ടു ഇല്ലേ, ഈക്വൽ ആയെന്ന് കണ്ടു. അതായത് അവിടുത്തെ വർക്ക് ഡണ്ണിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നില്ല, പ്രവൃത്തിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നില്ല, പ്രവൃത്തിയിൽ ലാഭമൊന്നും ഉണ്ടാകുന്നില്ല, പ്രവൃത്തി സെയിം തന്നെയാണ്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ പ്രവൃത്തിയിൽ എങ്ങനെയാണ്, ലാഭം ഉണ്ടാകുന്നില്ല അല്ലേ. സിമ്പിൾ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, പ്രവൃത്തിയിൽ ലാഭമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രവൃത്തി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് കുറച്ച് എഫേർട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ മതി അല്ലേ. അപ്പം അത് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ദർ ഈസ് നോ ഗെയിൻ ഇൻ വർക്ക് ഡൺ യൂസിങ് സിമ്പിൾ മെഷീൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ദർ ഈസ് നോ ഗെയിൻ എന്ന് പറയാം. ദർ ഈസ് നോ ഗെയിൻ ഇൻ വർക്ക് എന്ന് പറയാം കേട്ടോ. ദർ ഈസ് നോ ഗെയിൻ ഇൻ വർക്ക് ബൈ യൂസിങ് കേട്ടോ, വർക്ക് എന്നാണ്, വർക്ക് ബൈ യൂസിങ് സിമ്പിൾ മെഷീൻ എന്ന് പറയാം. സിമ്പിൾ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് എന്താണ് വർക്കിൽ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ ലാഭമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി, ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷൻ ഇത്തിരി ഒരു കൺഫ്യൂഷൻ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പം സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്, എന്താണ് വർക്കിൽ ലാഭമൊന്നും ഉണ്ടാകുന്നില്ല അല്ലേ. എഫേർട്ട് അവിടെ എന്താണ്, ഇപ്പം മൂവ് പുള്ളി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടേ എഫേർട്ട് അവിടെ എങ്ങനെയാണ്, പകുതി മതി. ലോഡ് അത്ര ഉണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് അവിടെ കുറച്ച് കൊടുത്തേച്ചാൽ മതി, ഉയർത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് അവിടെ അങ്ങനെ ഉയർത്തുന്നുണ്ട്, അവിടെ എന്താണ് വർക്കിൽ അവിടെ ലാഭമൊന്നും ഉണ്ടാകുന്നില്ല. വർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് സെയിം അത്രയും തന്നെ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പം അത്യാവശ്യം നിങ്ങൾ ഇതിനകത്ത് ഒന്ന് ഓർക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, മൂവൽ പുള്ളിയുടെ കേസിൽ അത് ഏത് സെക്കൻഡ് ഓർഡർ ലിവർ ആണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആണ് വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഓർത്തിരിക്കുന്ന ഒരു പോയിന്റാണ് ദർ ഈസ് നോ ഗെയിൻ ഇൻ വർക്ക് ബൈ യൂസിങ് സിമ്പിൾ മെഷീൻസ്. ലഘുയന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രവൃത്തിയിൽ ലാഭം ഉണ്ടാകുന്നില്ല. അപ്പം ആ ഒരു മെയിൻ പോയിന്റ് ഒന്ന് കൃത്യമാക്കി ഓർത്തിരിക്കുക. അതിൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. 2-3 പ്രാവശ്യം ഒന്ന് വായിച്ച് ഒന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഒന്നുകൂടെയൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് പുള്ളീസ്. അപ്പോൾ പുള്ളീസ് 2 തരം ഉണ്ട്, ഫിക്സഡ് പുള്ളിയും അതുപോലെ മൂവർ പുള്ളിയും. ഇനി അടുത്തൊരു നമ്മൾ സിമ്പിൾ മെഷീൻ നോക്കാൻ പോകുന്നതാണ്. ദാറ്റ് ഈസ് എ വീൽ ആൻഡ് ആക്സിൽ കേട്ടോ. ചക്രവും അച്ചും, വീൽ ആൻഡ് ആക്സിൽ. നിങ്ങളിവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് ഈ വെള്ളം കോരുന്ന, നമ്മൾ ഇപ്പോൾ കപ്പിയുടെ കേസിലുണ്ട്. കപ്പി അല്ലാത്ത ഇതുപോലത്തെ ഒരു ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇതുപോലെ നമ്മൾ കയർ ഈ വിത്തിയിലോട്ട് കണ്ടില്ലേ, ഈ കയർ ദൈവത്തിലോട്ട് ഇങ്ങനെ ചുറ്റിയിരിക്കും. മറ്റേത് കപ്പി കൊടുക്കുമ്പോൾ നമ്മൾ എന്താ, പുള്ളി കൊടുക്കുമ്പോൾ എന്താണ്, മറ്റേ കയറിന്റെ ഭാഗത്തിന് താഴോട്ട് മൂവ് ചെയ്യല്ലേ. ഇവിടെ എന്ന് വെച്ചാൽ ഈ കയറുണ്ടല്ലോ ഇതിലേക്ക് ചുറ്റി അങ്ങിരിക്കും.
മനസ്സിലാവും. അപ്പോൾ ഇതിലേക്ക് ചുറ്റിയിരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഈസി ആയിട്ട് അത് മൂവ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. വീൽ ആൻഡ് ആക്സിൽ കേട്ടോ. നമ്മുടെ എന്താണ് വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്സിൽ വണ്ടിയൊക്കെ ഇല്ലേ, കാറും അങ്ങനെയുള്ള ബസ്സും അങ്ങനെയുള്ള സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ എന്താണ് ഈ വീൽ ആൻഡ് ആക്സിൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഈ നമ്മൾ തിരിക്കാൻ നേരത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും, വീലിലൊക്കെ ഒരു ആക്സിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ വീൽ ആൻഡ് ആക്സിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ കേസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് സിറ്റുവേഷൻ, അതായത് നമ്മൾ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ പറ്റുന്നില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം ഈ വീൽ ആൻഡ് ആക്സിലൊക്കെ ഉപയോഗിച്ച് വസ്തുക്കളെ നമുക്ക് ഈസി അടിച്ചുകൂടെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഉയർത്താൻ സാധിക്കും കേട്ടോ. ഈ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ ചക്രം കണ്ടില്ലേ, ഇവിടെ ഇത് കണ്ടില്ലേ, ഇതാണ് ആക്സിൽ കേട്ടോ. അത് കണ്ടല്ലോ, ഇതാണ് വീല്, വീല് കണ്ടില്ലേ, ഇതാണ് വീൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വീല് ഇതാണ് ആക്സിൽ. അപ്പോൾ ഈ ചക്രത്തിൽ നിന്നാണ് നമ്മൾ ബലം കൊടുക്കുന്നത്. ചക്രം എന്നുണ്ടല്ലോ, ചക്രത്തിൽ ഇങ്ങനെ ബലം പ്രയോഗിക്കുമ്പോൾ എന്നാണ് ചക്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതാ നോക്കി, ഇവിടുത്തെ ഈ കയർ എന്താണ് ഈ ആക്സിലേക്ക് ചുറ്റുമാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി ഈസി ആയിട്ടത് ഇതിലേക്ക് ചുറ്റുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടത് ഉയർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇത് നോക്കി, ഇതിൻ്റെ ഒരു റേഡിയസ് ഉണ്ട്. ഈ വീലിനെ സംബന്ധിച്ച് ഒരു റേഡിയസ് ഉണ്ട്. അതിന് നമ്മൾ ക്യാപിറ്റൽ ആർന്ന് എടുത്തു. ഈ ആക്സിലും എന്താണ് സർക്കുലർ ഷേപ്പ് ഇരിക്കുന്നില്ല, അപ്പോൾ അതിലും എന്താണ് ഫിക്സഡ് പോയിന്റ് ഉണ്ട്. ദെൻ അതിലും എന്താണ് റേഡിയസ് ഉണ്ട്. അതിന് നമ്മൾ സ്മോൾ ആർന്നും എടുത്തു. മനസ്സിലായല്ലോ. അപ്പം ഈ ചക്രം നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഇല്ല. അപ്പം എന്ത് സംഭവിക്കുന്നത്, ഈ ചക്രം റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ആക്സിലും ഇവിടെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ചക്രം ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ 2πr എന്ന് വരും അല്ലേ. ഇപ്പോൾ ഈ ചക്രത്തിന്റെ കേസിൽ വരുമ്പോൾ അതാണ് 2π ക്യാപിറ്റൽ ആർ വരും. അതുപോലെ തന്നെ ഈ ആക്സിലിന്റെ കേസിൽ വരുവാണെങ്കിൽ അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് 2π, അവിടുത്തെ റേഡിയസ് സ്മോൾ ആർ ആണെന്നുണ്ടെങ്കിൽ 2π സ്മോൾ ആർ എന്നും എടുക്കാം. അത് മനസ്സിലായില്ല. സർക്കംഫറൻസ് ഒരു പ്രാവശ്യം ചുറ്റുന്നു, അതാണ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഈ ചക്രം ഒരു പ്രാവശ്യം കറക്കുമ്പോൾ ആക്സിലും ഒരു പ്രാവശ്യം കറങ്ങും ഇല്ല, ഈ ആക്സിലും അവിടെ ഒരു പ്രാവശ്യം കറങ്ങും. അപ്പൊ ഈ വീലിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ, ഞാൻ പറഞ്ഞു വീലിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ, ഈ ആക്സിലിന്റെ റേഡിയസ് സ്മോൾ ആർ ആവുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ. അപ്പം ഈ ഒരു വീല് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ, ഓർക്കോട്ടെ, വീല് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഈ വീലിന്റെ പരിധിയിൽ എന്താണ് ഒരു ബിന്ദു, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടല്ലോ, ആ ബിന്ദുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റം എന്ന് പറഞ്ഞാൽ എന്തോരായിരിക്കും, ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ സർക്കംഫറൻസ് എത്രയായിരിക്കും, 2πr ആയിരിക്കും. ഇവിടുത്തെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്ന സ്ഥാനമാറ്റം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 2πr ആയിരിക്കും. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആക്സിലുണ്ടല്ലോ, ഈ ആക്സിലിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റം എന്ന് പറയുന്നത് എത്രയായിരിക്കും അവിടെ വരുന്നത്, ഇത് സെയിം തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ. ഡിസ്റ്റൻസ് എന്തുമാത്രം ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട്, ഈ ആക്സിലും 2πr തന്നെ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നില്ലേ. ഓക്കെ ആണല്ലോ. അപ്പം എന്താ നോക്കി, ഈ ചക്രം കറങ്ങുന്ന അനുസരിച്ചിട്ടാണ് ഈ ആക്സിൽ അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ ഉണ്ടാകുന്ന മൂവബിൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മൂവ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഈ വീലിന്റെ കേസിലുണ്ടാകുന്ന അത്രയും ഇത് തന്നെയായിരിക്കും എന്നാണ് ഈ ആക്സിലിന്റെ കേസിലും ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എഫേർട്ട് കൊടുക്കുന്ന ആരാണ്, ഈ വീലല്ലേ എഫേർട്ട് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്, ഈ വീലാണ് ഇവിടെ എഫേർട്ട് കൊടുക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ ലോഡ് ഇവിടെ പൊങ്ങുന്നത് ഇല്ലേ. അപ്പം എഫേർട്ട് പ്രയോഗിക്കുന്ന ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതായത് ഈ വീലാണല്ലോ ഇവിടുത്തെ എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ എഫേർട്ട് കൊടുക്കുന്ന ബലം മൂലം, അതായത് ഈ എഫേർട്ട് നമ്മളിവിടെ പിടിക്കുമല്ലോ, അപ്പൊ ഈ എഫേർട്ട് കൊടുക്കുന്ന ബലം മൂലം എന്താണ്, ഈ വീൽ അവിടെ ഒരു പ്രാവശ്യം കറങ്ങുന്നുണ്ട് ഇല്ലേ. അപ്പൊ അവിടെ എന്ത് മാത്രം സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്, 2πr ഇല്ലേ. വീലിന്റെ കേസിലുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്ന് പറഞ്ഞാൽ 2πr ആണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഈ ആക്സിലിന് സ്ഥാനമാറ്റം ഉണ്ടായി അല്ലേ. ആക്സിലിന്റെ സ്ഥാനമാറ്റം എന്ത് തന്നെയായിരിക്കും, 2π സ്മോൾ ആർ ആയിരിക്കുമല്ലോ. മനസ്സിലായല്ലോ. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ എഫേർട്ട് ചെയ്യുന്ന വർക്കും ഈ ലോഡ് ചെയ്യുന്ന വർക്ക്, അതായത് ഇവിടുത്തെ ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ആക്സിൽ ഇല്ലേ, ആക്സിൽ ചെയ്യുന്ന വർക്കും എങ്ങനെ തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ഈ ആക്സിലേക്കല്ലേ ഈ ലോഡ് ഇങ്ങോട്ട് ചുറ്റി വരുന്നത്. അപ്പം എഫേർട്ട് ചെയ്യുന്ന വർക്കും ഇവിടുത്തെ ആക്സിൽ ചെയ്യുന്ന വർക്കും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. മനസ്സിലാവുന്നല്ലോ. അപ്പം നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം, വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം ആക്സിലിന്റെ കേസിലും വീലിന്റെ കേസിലും വരുമ്പോൾ അത് ഒരുപോലെ തന്നെയായിരിക്കും. അപ്പം വീലിന്റെ കേസിൽ വരുമ്പോൾ അവിടുത്തെ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, എഫേർട്ടാണ്. ദെൻ അവിടെ എന്തുമാത്രം ഡിസ്പ്ലേസ് ഉണ്ടാകുന്നുണ്ട്, 2πr ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ആക്സിലിന്റെ കേസിൽ വരുമ്പോൾ അവിടുത്തെ എന്താണ് ഫോഴ്സ് എന്ന് വെച്ചാൽ ലോഡാണ് ഇല്ല. അവിടെ എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, 2π സ്മോൾ ആർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. രണ്ട് സൈഡിലും 2π ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഡ് ബൈ എഫേർട്ട് അല്ലേ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ലോഡ് ബൈ എഫേർട്ട്, ഈ എഫേർട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം എങ്ങനെ ഇക്വേഷൻ വരും, ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ എന്ന് വരികയല്ലേ. ഈനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അപ്പം L/R എന്ന് വന്നു. പിന്നെ മിച്ചമുള്ള ഇവിടെ ഏതാണ്, ആറാണ്.
ഈ സ്മോൾ ആറിനെ താഴോട്ടും കൊണ്ടുവന്നു അല്ലേ. അപ്പം എങ്ങനെ വന്നു? ലോഡ് ബൈ എഫോർട്ട് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ എന്ന് വന്നു ഇല്ലേ. അപ്പം എന്താണ് ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് നമ്മളിവിടെ കണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കേസിൽ വരുമ്പോൾ നമുക്ക് ഇതെന്ന് പറയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അറിയാം ക്യാപിറ്റൽ ആർ ആണ് ഇവിടെ എപ്പോഴും കൂടുതൽ ഇല്ലേ, വീലിൻ്റെ റേഡിയസ് അല്ലേ കൂടുതൽ. അപ്പോൾ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. കാരണം ആർ അല്ലേ കൂടുതൽ, ക്യാപിറ്റൽ ആർ അല്ലേ കൂടുതൽ, വീലിൻ്റെ എന്താണ് റേഡിയസ് ആണ് കൂടുതൽ. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം വീലിൻ്റെ റേഡിയസ് കൂടുന്നതനുസരിച്ച് മെക്കാനിക്കൽ അഡ്വാൻറ്റേജും എങ്ങനെയായിരിക്കും? കൂടും. അപ്പോൾ ഇതാണ് വീൽ ആൻഡ് ആക്സിൽ എന്ന് പറയുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. ഡിസ്റ്റൻസ് മൂവ് ബൈ ദ പോയിന്റ് ഓൺ ദ വീൽ വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് വൺസ് ഡ്യൂ ടു ദ എഫേർട്ട് അപ്ലൈഡ് 2πr ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിലിൻ്റെ കേസിൽ വരുമ്പോൾ എന്ത് തന്നെയായിരിക്കും? 2πr തന്നെയായിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ എഫേർട്ടും വർക്ക് ഡൺ ബൈ ദ ലോഡും എങ്ങനെയാണ്? ഈക്വൽ ആണ്. ലോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ആക്സിലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ എന്ന് വന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് the radius of the wheel is larger and the radius of the axle is smaller. Mechanical advantage എങ്ങനെയായിരിക്കും? greater than 1 ആയിരിക്കും. As the radius of the wheel increases, the mechanical advantage also increases. ഞാൻ പറഞ്ഞില്ലേ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ആണ് വരുന്നത്. സ്മോൾ ആർ കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആർ ഇവിടെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ദാറ്റ് ഈസ് എ വീൽ ആൻഡ് ആക്സിൽ. അപ്പോൾ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട 2 സിമ്പിൾ മെഷീൻസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? 2 തരത്തിലുള്ള സിമ്പിൾ മെഷീൻസ്, അതായത് പുള്ളിയുണ്ട്, അതുപോലെ തന്നെ വീൽ ആൻഡ് ആക്സിലും കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഒക്കെ കേസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കും. ഒരുപാട് കൺഫ്യൂഷനിലൊന്നും ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ആ പറഞ്ഞ പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് ചെയ്ത് കാണിക്കാനുള്ള ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് ചെയ്ത് കാണിക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. മൂവബിൾ പുള്ളിയും അതുപോലെ തന്നെ ഫിക്സഡ് പുള്ളിയും അതിൻ്റെ ഏത് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ് അത് മനസ്സിലാക്കിയിരിക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വീൽ ആൻഡ് ആക്സിൽ എന്ന് പറഞ്ഞിരിക്കുന്ന അനദർ ഒരു സിമ്പിൾ മെഷീനാണ്. അതിൻ്റെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് വീലിൻ്റെ റേഡിയസ് കൂടുന്നതനുസരിച്ചിട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജോടെ. ദാറ്റ് ഈസ് അനദർ സിമ്പിൾ മെഷീൻ, വീൽ ആൻഡ് ആക്സിൽ. തൽക്കാലം ഈ 2 സിമ്പിൾ മെഷീൻസ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക, ശ്രദ്ധിച്ചൊന്ന് കാണുക. 2-3 പ്രാവശ്യം ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക, പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം ഇനി ബാക്കി നമുക്ക് 1-2 സിമ്പിൾ മെഷീൻസും കൂടെ നോക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, കാര്യങ്ങളൊക്കെ കൃത്യമാക്കി മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.